വയനാട്ടിൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് ഇന്നലെ രാത്രി മുതൽ. പക്ഷേ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ ഈ കാണുന്ന പോലെ വെള്ളത്തിനടിയിലാണ്. ഇത് വെങ്ങപ്പള്ളി പഞ്ചായത്തിലെ ചോലപ്പുറം എന്ന സ്ഥലമാണ്. ചോലപ്പുറത്ത് നിന്ന് പിണങ്ങോട് മുക്കിലേക്കുള്ള റോഡാണ് കാണുന്നത്. റോഡ് മുങ്ങിക്കിടക്കുകയാണ്. അപ്പോഴാണ് ഈ തോണി ഇവരിറക്കിയത്. തോണി പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിൽ തന്നെയുള്ള തോണിയാണ്. പ്രളയകാലത്തെയൊക്കെ അനുഭവം മുൻനിർത്തി പഞ്ചായത്ത് ഭരണസമിതി തന്നെ ഒരു തോണി വാങ്ങിച്ചതാണ്. ഇത്തരം സാഹചര്യമൊക്കെ വരുമ്പോൾ ആദിവാസി കോളനിയിൽ നിന്നൊക്കെ ആളുകളെ അടിയന്തരമായി മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനൊക്കെയാണ് ഈ തോണി ഉപയോഗിക്കുന്നത്. ഇന്ന് വെള്ളം കയറിയതോടെ ടിപ്പർ ലോറിയിൽ രാവിലെ തോണി ഇവിടെ കൊണ്ട് എത്തിക്കുകയായിരുന്നു. ഈ തോണിയിൽ ഇപ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷേ തൽക്കാലം റോഡിലൂടെ തന്നെ മുട്ടിന് വെള്ളത്തിലൊക്കെ നടന്നു പോകാവുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇനിയും വെള്ളം പൊങ്ങിയാൽ തോണി തന്നെ വേണ്ടിവരും. ഇവിടെ നിന്ന് അതുപോലെ കാവുമന്നം ഭാഗത്തേക്കുള്ള റോഡും മുങ്ങിക്കിടക്കുകയാണ്. എന്തായാലും വയനാട്ടിൽ ഇന്നലെ ഉണ്ടായ അത്രയും മഴ ഇപ്പോഴില്ല. പക്ഷേ ഇന്ന് എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അടച്ചിട്ടിരിക്കുന്നു. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇന്നൊരു ദിവസത്തേക്ക് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കോറി പ്രവർത്തനം, യന്ത്രസഹായത്തോടെയുള്ള മണ്ണെടുപ്പ് ഒക്കെ നിരോധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നലെയൊക്കെ വലിയ മഴ, കനത്ത മഴയാണ് പടിഞ്ഞാറൻ അതിർത്തിയിലേക്ക് പെയ്തത്. പക്ഷേ ഇവിടെ നിന്നും വലിയ മഴക്കെടുതികളോ അനിഷ്ട സംഭവങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് ആശ്വാസകരം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ട്. ഇനി കനത്ത മഴ പെയ്യുമോ എന്നറിയില്ല. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം ഇപ്പോൾ ഉയരുന്നില്ല. ജലനിരപ്പ് അതേപോലെ തന്നെ നിൽക്കുകയാണ് മഴയില്ലാത്തത് കൊണ്ട്. എന്തായാലും എല്ലാ മുൻകരുതലുകളും ജില്ലാ ഭരണകൂടവും സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ പഞ്ചായത്തുകളും ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട്. അത് ആ റോഡിലൂടെ നടന്നു പോകുന്നത് കാണാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പിണങ്ങോട് മുക്കിലേക്ക് പോകുന്ന റോഡാണ്. ആളുകളൊക്കെ ഈ സാഹചര്യമൊക്കെ കണക്കിലെടുത്ത് യാത്രയൊക്കെ പല വഴിക്കും മാറിയൊക്കെയാണ് പോകുന്നത്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.